പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ 7th ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ, അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ഈ ഒരു അധ്യായം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പൂർത്തിയാക്കും. പിന്നീട് നമ്മൾ സ്കൂളിൽ വരുന്ന സമയത്ത് റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യുക, 1ാമത്തെ ചാപ്റ്റർ മുതലുള്ള. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങളുടെ കുറേ രാസപ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ച്, വിവിധ തരം ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് ആൽക്കഹോളുകളാണ്. ആൽക്കഹോളുകൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആൽക്കഹോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന സംയുക്തങ്ങളാണ് അല്ലേ. നമ്മൾ ആൽക്കഹോളുകളെ കുറിച്ച് പഠിച്ചതാണ്. അപ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന സംയുക്തങ്ങളാണ് ആൽക്കഹോളുകൾ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 ആൽക്കഹോളുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തത് മെത്തനോളാണ്, രണ്ടാമത്തത് എത്തനോളാണ്. അപ്പം മെത്തനോൾ നിങ്ങൾക്കറിയാം എന്താണ്, ഒരു കാർബൺ ഉള്ള ആൽക്കഹോളാണ് അല്ലേ. ഏതാണ്? CH3OH ആണ് മെത്തനോൾ. അപ്പോൾ ഈ മെത്തനോളിനെ വുഡ് സ്പിരിറ്റ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ഒരു ആൽക്കഹോളാണ് മെത്തനോൾ. ഈ മെത്തനോളിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് പെയിൻറ് നിർമ്മാണത്തിൽ ലായകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ വാർണിഷ്, ഫോർമാലിൻ മുതലായവയുടെ നിർമ്മാണത്തിൽ അഭികാരകമായിട്ടും ഈ ഒരു മെത്തനോൾ ഉപയോഗിക്കാറുണ്ട്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. അതിൻ്റെ ഉപയോഗം പെയിൻറ് നിർമ്മാണത്തിലെ ലായകമായി ഉപയോഗിക്കുന്നു. വാർണിഷ്, ഫോർമാലിൻ മുതലായവയുടെ നിർമ്മാണത്തിൽ അഭികാരകമായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലൊന്ന് മനസ്സിലാക്കാനെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് എന്നുള്ളത് പഠിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് പഠിക്കുകയാണ് വേണ്ടത്. അപ്പം മെത്തനോളിൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് മെത്തനോൾ നിർമ്മിക്കുന്നത്? വ്യാവസായികമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംയുക്തമാണ് മെത്തനോൾ. കാരണം എന്താ, അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? പെയിൻറ് നിർമ്മാണത്തിൽ ലായകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വ്യാവസായികമായിട്ട് ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ വ്യാവസായിക നിർമ്മാണം എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. മെത്തനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാണ് മെത്തനോൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ചാണ് മെത്തനോൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് മെത്തനോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ സമവാക്യം തന്നിട്ടുള്ളത് ശ്രദ്ധിക്കൂ. CO+2H2 gives CH3OH അല്ലേ. CO+2H2 gives CH3OH. CH3OH ആണ് മെത്തനോൾ. അപ്പോൾ കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ചാണ് മെത്തനോൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആൽക്കഹോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മെത്തനോൾ അല്ലേ. ഇനി രണ്ടാമത്തെ ഒരു വ്യാവസായികമായിട്ട് വളരെ പ്രാധാന്യമുള്ള രണ്ടാമത്തെ ആൽക്കഹോളാണ് എത്തനോൾ. എന്താണ് എത്തനോൾ എന്ന് പറഞ്ഞാൽ? എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 2 കാർബൺ ഉണ്ട് അല്ലേ. CH3CH2OH ആണ് എത്തനോൾ എന്ന് പറയുന്നത്. CH3CH2OH. എത്തനോൾ എന്ന് പറയുന്നത് വ്യാവസായികമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആൽക്കഹോളാണ് അല്ലേ. ഇത് നേരത്തെ മെത്തനോളിനെ വുഡ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ എത്തനോൾ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എത്തനോൾ അറിയപ്പെടുന്നത്. ഇനി എത്തനോളിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഓർഗാനിക് സംയുക്തങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കും. അതുപോലെ ബിവറേജിൽ നമ്മൾ കുടിക്കുന്ന മദ്യം ഉണ്ടല്ലോ, അത് എത്തനോളാണ്. ബിവറേജിൽ ഉപയോഗിക്കും. പിന്നെ പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഇന്ധനമായിട്ട് ഉപയോഗിക്കും. മരുന്നുകളുടെ ലായകമായിട്ട് ഉപയോഗിക്കും. പ്രിസർവേറ്റീവായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കേടുവന്ന് പോകാതിരിക്കാനായിട്ടുള്ള പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കും.
ഓർഗാനിക് ലായകമായിട്ട് ഉപയോഗിക്കും. ഇത്രയാണ് പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എത്തനോളിൻ്റെ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, അപ്പോൾ പഠിച്ചു വയ്ക്കുക. വളരെ എളുപ്പമല്ലേ? ബിവറേജ്, പെയിൻറ് നിർമ്മാണം, ഇന്ധനം, മരുന്നുകളുടെ ലായകം, പ്രിസർവേറ്റീവ്, ഓർഗാനിക് ലായകം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം. ഇത്രയും കാര്യങ്ങൾക്കാണ് എത്തനോൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് ഉപയോഗങ്ങൾ വേറെയുണ്ട്. പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗങ്ങൾ കുറച്ചെണ്ണം പഠിച്ചു വയ്ക്കുക, ചോദിക്കാറുണ്ട്. ഇനി എത്തനോൾ എങ്ങനെയാണ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ടതാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. എത്തനോൾ എങ്ങനെയാണ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, അപ്പോൾ പഞ്ചസാരയുടെ നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം, അതായത് പഞ്ചസാര ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഞ്ചസാരയുടെ ക്രിസ്റ്റൽസ് നമ്മൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകമാണ് മൊളാസസ്. അതായത് പഞ്ചസാരയുടെ നിർമ്മാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പഞ്ചസാരയുടെ ക്രിസ്റ്റലുകൾ മാറ്റിക്കഴിഞ്ഞാൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളൊരു മാതൃദ്രാവകം ഉണ്ട്. അതിനെയാണ് മൊളാസസ് എന്ന് പറയുന്നത്. ഈ മൊളാസസിനെ നന്നായിട്ട് നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. ഈസ്റ്റ് ചേർത്തിട്ട് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ്, സൈമേസ് എന്നീ എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ഇത് ഏതാനും ദിവസങ്ങൾക്കകം എത്തനോളായി മാറുന്നു. ഇതിൽ 8 to 10% വരെ എത്തനോൾ അടങ്ങിയിരിക്കും. ഇത് വാഷ് എന്നറിയപ്പെടുന്നു. അതായത് നമ്മുടെ എത്തനോൾ എങ്ങനെയാണ് വ്യാവസായികമായി നിർമ്മിക്കുക? പഞ്ചസാരയുടെ നിർമ്മാണ സമയത്ത് പഞ്ചസാരയുടെ ക്രിസ്റ്റലുകളൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന വേസ്റ്റ്, അതായത് പഞ്ചസാര അടങ്ങിയിട്ടുള്ള മാതൃദ്രാവകമാണ് മൊളാസസ്. ഈ മൊളാസസ് നേർപ്പിച്ച ശേഷം അതിലേക്ക് ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയാൽ നമുക്ക് എത്തനോൾ കിട്ടും. ഈസ്റ്റിലുള്ള 2 എൻസൈമുകൾ ായിട്ടുള്ള ഇൻവെർട്ടേസ്, സൈമേസ് ഇവയുടെ സാന്നിധ്യത്തിലാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എത്തനോൾ നമ്മുടെ ഈ മൊളാസസ് എന്തായിട്ട് മാറുന്നത്? എത്തനോളായിട്ട് മാറുന്നത്. അപ്പം ഈ ഉണ്ടായിട്ടുള്ള ആ ഒരു ഉൽപ്പന്നത്തിൽ 8 മുതൽ 10% വരെ എത്തനോളാണ് അടങ്ങിയിട്ടുണ്ടായിരിക്കുക. ഇതിനെ വാഷ് എന്നാണ് അറിയപ്പെടുന്നത്. വാഷ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വ്യാവസായിക നിർമ്മാണത്തിൽ മൊളാസസിനെ ഫെർമെൻറ്റേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്തനോൾ എന്ന് പറയുന്നത് 8 to 10% എത്തനോളാണ്. അതിനെ വാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു നിർമ്മാണത്തിൻ്റെ സമവാക്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകമാണെന്ന് പറഞ്ഞു അല്ലേ? അതായത് പഞ്ചസാരയുടെ തന്മാത്രാവാക്യം എന്താണ്? C12H22O11 പ്ലസ് H2O. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ നേർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അവിടെ ഈസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ഈ സുക്രോസിനെ, ഈ പഞ്ചസാരയെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. C6H12O6 പ്ലസ് C6H12O6 ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ഇനി ഈ C6H12O6നെ, ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമേസ് എന്ന എൻസൈം എത്തനോളാക്കി മാറ്റുന്നു. അതുപോലെ അതിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്തും കൂടി കിട്ടുന്നുണ്ട്? ഈ എത്തനോൾ മാത്രമല്ല മറ്റൊരു ഉൽപ്പന്നമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഒരു സുക്രോസിനെ നമ്മളെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള മൊളാസസിനെ ഈസ്റ്റും വാട്ടറും ചേർത്ത് കഴിഞ്ഞാൽ ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന എൻസൈം അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഇതിനെ, ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമേസ് എത്തനോളാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് എത്തനോൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. ഇനി ഇങ്ങനെ നമുക്ക് കിട്ടിയ ആ ഒരു എത്തനോൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 8 മുതൽ 10% വരെയുള്ള എത്തനോളാണ്. അതിനെ വാഷ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് അല്ലേ? ഇനി ഈ വാഷിനെ ആംശിക സ്വേദനം നടത്തി 95.6% വീര്യമുള്ള എത്തനോൾ അഥവാ റെക്ടിഫൈഡ് സ്പിരിറ്റ് നിർമ്മിക്കുന്നു. അപ്പോൾ വാഷിനെ ആംശിക സ്വേദനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 95.6% എത്തനോൾ. അതിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. വാഷിനെ ആംശിക സ്വേദനം നടത്തിയാൽ കിട്ടുന്നതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇനി ഈ എത്തനോൾ എന്ന് പറയുന്നത് നമുക്ക് മദ്യപാനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വ്യാവസായിക ആവശ്യത്തിനുള്ള എത്തനോൾ വിഷപദാർത്ഥങ്ങൾ ചേർക്കാറുണ്ട്.
ഈ ഉൽപ്പന്നത്തെ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. ഇത് മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണിത്. അപ്പം വ്യാവസായിക നിർമ്മാണത്തിനൊക്കെ കൊണ്ടുവച്ച ഈ എഥനോൾ ആൾക്കാർ എന്ത് ചെയ്യും, ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചില വിഷപദാർത്ഥങ്ങൾ ചേർക്കാറുണ്ട്. അങ്ങനെ വിഷപദാർത്ഥങ്ങൾ ചേർത്തിട്ടുള്ള ആ ഉൽപ്പന്നത്തെയാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിഷമുള്ള എന്തെങ്കിലും അതിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യില്ല, അതെടുത്ത് കുടിക്കില്ല. അപ്പം അങ്ങനെ ഡീനേച്ചേർഡ് സ്പിരിറ്റ് ആയിട്ട് ആണ് വയ്ക്കാറുള്ളത് വ്യവസായിക ഉപയോഗങ്ങൾക്കൊക്കെ. അപ്പം നമ്മുടെ സാധാരണ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ എഥനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഇനി വിഷപദാർത്ഥമായ മെഥനോളാണ് ചേർത്തത് എന്ന് വെച്ചാൽ അതിനെന്ത് പറയും, മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. വിഷപദാർത്ഥമായ മെഥനോളാണ് ചേർത്തതെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വിഷപദാർത്ഥങ്ങൾ ചേർത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൽ വിഷപദാർത്ഥമായ മെഥനോളാണ് ചേർത്തതെങ്കിൽ അതിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇനി 99% അധികം ശുദ്ധമായ എഥനോളിനെയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് നമ്മൾ പറയാം. 99% ശുദ്ധമായ എഥനോളിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് നമ്മൾ പറയും. അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന് മിശ്രിതമായ പവർ ആൽക്കഹോൾ വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതത്തെയാണ് പവർ ആൽക്കഹോൾ എന്ന് പറയുക. അത് വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ ഒരു നമ്മുടെ എഥനോൾ നിർമ്മിക്കുന്ന ഒരു മാർഗ്ഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് പഞ്ചസാരയുടെ ഇതെന്നാണ് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ ബാർലി, അരി, മരച്ചീനി മുതലായവയിൽ നിന്നൊക്കെ, അതായത് സ്റ്റാർച്ച് അടങ്ങിയ അന്നജ അടങ്ങിയ വസ്തുക്കളായ ബാർലി, അരി, മരച്ചീനി മുതലായവയിൽ നിന്ന് എഥനോൾ നിർമ്മിക്കാറുണ്ട്. അപ്പം ഇതിൽ ഓരോന്നും റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്താണ്, ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്താണ്, മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്താണ്, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണ്, പവർ ആൽക്കഹോൾ എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതാണ്. എളുപ്പമാണ്. വാഷ് എന്താണെന്ന് അറിയാം. അത് കഴിഞ്ഞാൽ വാഷിന് അംശിക സ്വേദനം നടത്തിയാൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. റെക്ടിഫൈഡ് സ്പിരിറ്റിലേക്ക് എന്ത് ചെയ്യാം, വിഷപദാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഡീനേച്ചേർഡ് സ്പിരിറ്റ് കിട്ടും. അതിൽ നമ്മൾ ചേർത്ത വിഷപദാർത്ഥം മെഥനോൾ ആണെങ്കിൽ എന്ത് കിട്ടും, മെത്തിലേറ്റഡ് സ്പിരിറ്റ് കിട്ടും. അതുപോലെ 99% ശുദ്ധമായിട്ടുള്ള എഥനോളിനെയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുക. അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന് കഴിഞ്ഞാൽ പവർ ആൽക്കഹോളായി. ഇത്രയാണ് എഥനോളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി അപ്പോൾ 2 ആൽക്കഹോൾ നമ്മൾ പഠിച്ചു, മെഥനോളും എഥനോളും. അതോടുകൂടി ആൽക്കഹോൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സംയുക്തമാണ് കാർബോക്സിലിക് ആസിഡുകൾ. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാർബോക്സിലിക് ആസിഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. കാർബോക്സിലിക് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ COOH ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് കാർബോക്സിലിക് ആസിഡുകൾ. COOH ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളെയാണ് നമ്മൾ കാർബോക്സിലിക് ആസിഡുകൾ എന്ന് പറയുന്നത്. നമ്മൾ കാർബോക്സിലിക് ആസിഡുകൾക്ക് പേരൊക്കെ നൽകിയതാണ്. ഇപ്പോൾ ഇവിടെ ചില കാർബോക്സിലിക് ആസിഡുകളുടെ തന്മാത്രാവാക്യം, ഘടനാവാക്യം, IUPAC നാമം, സാധാരണ നാമം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് HCOOH. അതിൻ്റെ ഘടനാവാക്യം ഇങ്ങനെയാണ് എഴുതാം, HC. പിന്നെ ഈ ഒരു ഓക്സിജൻ കാർബണുമായിട്ട് ഡബിൾ ബോണ്ടാണ് ഉണ്ടാക്കുന്നത്, ദ്വിബന്ധനം. HC ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് OH. ഈ രീതിയിലാണ് ഇതിൻ്റെ ഘടന എഴുതുമ്പോൾ വരിക. ഇതിൻ്റെ IUPAC നാമം എന്ന് പറയുന്നത് എന്താണ്, ഒരു കാർബണാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം മെത്ത് പ്ലസ് ഓയിക് ആസിഡ് ആണല്ലേ, അപ്പം മെത്തനോയിക് ആസിഡ്. പക്ഷേ ഇതിന് ഉപയോഗിക്കുന്ന സാധാരണ നാമം എന്ന് പറയുന്നത് ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ് സാധാരണയായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പേര് ഫോമിക് ആസിഡ് ആണ്. IUPAC നാമമാണ് എന്ത്, മെഥനോയിക് ആസിഡ്. ഈ ഫോമിക് ആസിഡ് ആണ് നമ്മൾ ഉറുമ്പിലുള്ള ആസിഡ്, അറിയില്ലേ, ഫോമിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് CH3COOH ആണ്. ഇതിൻ്റെ ഇത് നോക്കുക, ഘടന നോക്കുക, CH3C ഡബിൾ ബോണ്ട് OH. ഇതിനെ നമ്മൾ എന്ത് പറയും, 2 കാർബൺ ആണുള്ളത് അല്ലേ. അപ്പം എത്തനോയിക് ആസിഡ് ആണിത്. ഇതിൻ്റെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മളെ വിനാഗിരിയിലുള്ളത് അസറ്റിക് ആസിഡാണ്. വിനാഗിരി എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. അതിൻ്റെ IUPAC നാമാണ് എത്തനോയിക് ആസിഡ്. ഇനി അടുത്തത് CH3CH2COOH.
എഴുതിയ നോക്കുക, CH3 CH2 C ഡബിൾ ബോണ്ട് OH. ഇതിങ്ങനെ വളച്ചും തിരിച്ചൊക്കെ എഴുതുന്നതും നേരെ എഴുതുന്നതും ഒന്നും കുഴപ്പമില്ല. ഇങ്ങനെ ഈ രീതിയിലാണ് എഴുതാറുള്ളത്. നേരെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതാ വളച്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ. അപ്പോൾ അത് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ എഴുതിയിട്ടുള്ളതെന്ന് തോന്നണ്ട, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ 3 കാർബണാണ് ഉള്ളത്. അപ്പോൾ 3 കാർബൺ വരുമ്പോൾ പ്രൊപ്പാണ്. അപ്പോൾ ഇത് പ്രൊപ്പനോയിക് ആസിഡാണ്. ഇനി ഇതിൻ്റെ സാധാരണ നാമമായിട്ട് ഉപയോഗിക്കാറുള്ളത് പ്രൊപ്പിയോണിക് ആസിഡ് എന്നതിനെ പറയാറുണ്ട്. അപ്പോൾ 3 കാർബോക്സിലിക് ആസിഡുകളുടെ തന്മാത്രാവാക്യം, ഘടനാവാക്യം, IUPAC നാമം, അതിൻ്റെ സാധാരണ നാമം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഘടനയൊക്കെ നോക്കുക, അത് വരച്ച് പഠിക്കുക എല്ലാവരും. ഇനി നമ്മുടെ മിക്കവാറും നമുക്കറിയാം, നമ്മുടെ പഴങ്ങളിലൊക്കെ ഈ ഓർഗാനിക് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആപ്പിളിൽ ഏത് ആസിഡാണ്? മാലിക് ആസിഡാണ്. നമ്മുടെ തക്കാളിയിൽ ഏതാണ്? തക്കാളിയിൽ മാലിക് ആസിഡ്, തക്കാളിയിൽ ഓക്സാലിക് ആസിഡാണ്. അതുപോലെ പുളിയിൽ ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. നാരങ്ങയിൽ സിട്രിക് ആസിഡ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഓർഗാനിക് ആസിഡുകളാണ്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെ ഫാറ്റി ആസിഡുകൾ എന്നാണ് വിളിക്കുന്നത്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെ ഫാറ്റി ആസിഡുകൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഏകദേശം 5 to 8% വീര്യമുള്ള എഥനോയിക് ആസിഡ്, അതാണ് അസറ്റിക് ആസിഡ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. എഥനോയിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണ് അസറ്റിക് ആസിഡ്. ഈ 5 to 8% വീര്യമുള്ള എഥനോയിക് ആസിഡാണ് നമ്മൾ വിനാഗിരി എന്നറിയപ്പെടുന്നത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിനാഗിരി. എഥനോളിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തി വിനാഗിരി നിർമ്മിക്കാം. അപ്പോൾ നമ്മൾ വിനാഗിരി എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? എഥനോളിനെ, നമ്മുടെ ആദ്യം പരിചയപ്പെട്ട ആൽക്കഹോളായിട്ടുള്ള എഥനോളിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തി വിനാഗിരി നിർമ്മിക്കാം. ഇനി എങ്ങനെയാണ് എഥനോയിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം? മെഥനോളിനെ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ച് എഥനോയിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നു. എന്താണ്? മെഥനോളിനെ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് എഥനോയിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പം മെഥനോൾ എന്ന് പറയുന്നത് CH3OH ആണ്. അതിനോട് എന്ത് ചേർക്കുന്നു? കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസിൽ കാർബൺ മോണോക്സൈഡുമായിട്ട് പ്രവർത്തിക്കുന്നു. എന്തിൻ്റെ? ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ CH3OH + CO gives CH3COOH. ഈ സമവാക്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. മെഥനോളും കാർബൺ മോണോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് എഥനോയിക് ആസിഡ് ഉണ്ടാകുന്നു. എഥനോയിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ പ്രധാനമായിട്ടും റയോണിൻ്റെ നിർമ്മാണത്തിന്, അതായത് റയോൺ എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ആ പട്ടിനെയാണ് റയോൺ എന്ന് പറയുക. റയോണിൻ്റെ നിർമ്മാണത്തിന്, അതുപോലെ റബ്ബർ, സിൽക്ക് വ്യവസായത്തിൽ, പ്രിസർവേറ്റീവായിട്ട്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ വിനാഗിരി, എഥനോയിക് ആസിഡാണ് വിനാഗിരി, അപ്പോൾ പ്രിസർവേറ്റീവായിട്ടും ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് എഥനോയിക് ആസിഡിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വിഭാഗം സംയുക്തങ്ങളെയാണ് എസ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആൽക്കഹോളുകൾ പഠിച്ചു, ആസിഡുകൾ പഠിച്ചു. മൂന്നാമത്തെ ആൾക്കാരാണ് എസ്റ്ററുകൾ. എസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിച്ചാൽ എസ്റ്ററുകൾ ലഭിക്കുന്നു. ഈ പ്രവർത്തനത്തെ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് പഠിച്ച ആൽക്കഹോളും അതുപോലെ രണ്ടാമത് പഠിച്ച ആസിഡും, ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റർ കിട്ടും. എസ്റ്റർ ഉണ്ടാകുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ പഴങ്ങളൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മണം വരും. അതുപോലെ പൂക്കളുടെ സുഗന്ധം, ഇതൊക്കെ എസ്റ്ററിൻ്റെ, ഈ പഴങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ സുഗന്ധമാണ് എസ്റ്ററുകൾക്ക് ഉണ്ടാവുക. ഓരോ എസ്റ്ററിനും ഓരോ നല്ല സ്മെല്ലുണ്ടായിരിക്കും. അത് ഏതെങ്കിലും പഴങ്ങളുടെയോ അല്ലെങ്കിൽ പൂക്കളുടെയോ ഒക്കെ സ്മെല്ല് പോലെ നമുക്ക് തോന്നാം. അങ്ങനെയുള്ള സ്മെല്ലുള്ള സംയുക്തങ്ങളാണ് എസ്റ്ററുകൾ. അപ്പോൾ ആൽക്കഹോളും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാലാണ് എസ്റ്റർ കിട്ടുക. ഒരു എസ്റ്ററിൻ്റെ നിർമ്മാണം നമുക്ക് നോക്കാം. എഥനോയിക് ആസിഡ്, എഥനോൾ എന്നിവ ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ച് ഈഥൈൽ എഥനോയേറ്റ് എന്ന എസ്റ്റർ ഉണ്ടാകുന്നു. ഈഥൈൽ എഥനോയേറ്റ് ആണ് കേട്ടോ, എഥനോയേറ്റ്. ഏതൊക്കെയാണ്? എഥനോയിക് ആസിഡും എഥനോളും ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്ന എസ്റ്റർ ഏതാണ്? ഈഥൈൽ എഥനോയേറ്റ് ആണ്. അതിൻ്റെ സമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്.
നമ്മുടെ എത്തനോയിക് ആസിഡ് നമുക്കറിയാം CH3COOH ആണ് അല്ലേ. ഇനി എത്തനോൾ എന്ന് പറഞ്ഞാൽ CH3CH2OH ആണ്. ഇത് തല തിരിച്ച് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ ഈ ഒരു പ്രവർത്തനം കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ എഴുതുകയാണെങ്കിൽ CH3CH2OH അതിനെ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂടിച്ചേരുന്നു എന്തിൻ്റെ സാന്നിധ്യത്തിൽ? ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ. നമുക്കറിയാം ഗാഢ സൾഫ്യൂരിക് ആസിഡ് നല്ലൊരു ജലത്തെ ഒഴിവാക്കുന്ന എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നിർജ്ജലീകാരിയായിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ. അപ്പോൾ ഇവിടെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ജലത്തിൻ്റെ H2O തന്മാത്രയെ ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയേ, CH3COOH എത്തനോയിക് ആസിഡിലുള്ള OHും അതുപോലെ എത്തനോളിലുള്ള Hഉം കൂടി ചേർന്ന് H2O പുറത്തു പോവുകയും ഇത് ബാക്കിയുള്ളവ തമ്മിൽ കൂട്ടി യോജിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? CH3COOCH2CH3 അല്ലേ, CH3COOCH2CH3. ഇതിനെയാണ് ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആസിഡും ആൽക്കഹോളും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് ഒരു എസ്റ്റർ ഉണ്ടാകുന്നത്. ആസിഡും ആൽക്കഹോളും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിന്ന് എന്ത് ചെയ്യുന്നു, ജലതന്മാത്ര പുറത്തു പോകുന്നു. എന്നിട്ട് ബാക്കിയുള്ളവ നമ്മൾ കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എസ്റ്റർ കിട്ടുന്നു. എസ്റ്ററും വാട്ടറും ആണ് കിട്ടുക, ഈഥൈൽ എത്തനോയേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് എസ്റ്ററിൻ്റെ നിർമ്മാണം. ആസിഡും ആൽക്കഹോളും സൾഫ്യൂരിക് ആസിഡ്, ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ കൂടിച്ചേർന്ന് എസ്റ്ററുകൾ ഉണ്ടാകുന്നു. എസ്റ്ററിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് COO ആണ്. ഇവിടെ കണ്ടില്ലേ COO, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും R ഗ്രൂപ്പ് വരും. COO ആണ് എസ്റ്ററുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനിയൊരു ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്ന ഘടനാവാക്യങ്ങൾ പരിശോധിച്ച് എസ്റ്ററുകളെ തിരഞ്ഞെടുക്കൂ. ഈ എസ്റ്ററുകൾക്ക് നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കളും കണ്ടെത്താമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ എസ്റ്ററിനെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ നോക്കൂ, CH3CH2COOCH3. ഇതെന്താണ്? ഇതൊരു എസ്റ്റർ ആണല്ലേ. നമുക്കറിയാം COO ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതാണ് എസ്റ്റർ. അതിൻ്റെ അപ്പുറവും ഇപ്പോഴും എന്തുണ്ടാവും, R ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊരു എസ്റ്റർ ആണ്. ഇനി അടുത്തത് നോക്കൂ, CH3CH2COOH. ഇവിടെ COOH കാണുമ്പോൾ തന്നെ അറിയാതെ എന്താണ്, എസ്റ്റർ അല്ല. ഇതൊരു ആസിഡാണ്, ആസിഡ് ഗ്രൂപ്പ് അല്ലേ, കാർബോക്സിലിക് ആസിഡിനല്ലേ COH ഉള്ളത്. അപ്പോൾ ഇതല്ല. ഇനി അടുത്ത CH3CH2COCH3. ഇതുമല്ല, കാരണം നമുക്കറിയാം COO ഫങ്ഷണൽ ഗ്രൂപ്പാണ് എസ്റ്റർ. ഇനി അടുത്ത CH3OH വരുന്നത് ആൽക്കഹോളാണ് നമുക്കറിയാം. ഈ അഞ്ചാമത്തതിലും OH ആണ് വരുന്നത്, ഇതും ആൽക്കഹോളാണ്. ആറാമത്തത് CH3COOH ആസിഡാണ്. ഏഴാമത്തത് CH3COOCH2CH2CH3. ഇതെന്താണ്? ഇതൊരു എസ്റ്ററാണ് അല്ലേ, CH3COOCH2CH2CH3. അപ്പോൾ ഇതൊരു എസ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എസ്റ്റർ? ഒന്നാമത്തെയും ഏഴാമത്തെയും ആണ് എസ്റ്റർ. CH3CH2COOCH3യും CH3COOCH2CH2CH3യും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിലെ രണ്ട് എസ്റ്ററുകളുടെയും നിർമ്മാണം എങ്ങനെയാണ്, നിർമ്മാണത്തിന് വേണ്ട ആസിഡും ആൽക്കഹോളൊക്കെ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റത്തത് ഒന്നാമത്തെ എസ്റ്റർ എന്ന് പറയുന്നത് CH3CH2COOCH3 ആണ്. അപ്പോൾ ഇത് ഏത് ആസിഡാണ് ഏത് ആൽക്കഹോളാണ് വേണ്ടതെന്ന് അറിയാൻ നമുക്ക് സിമ്പിളാണ് അല്ലേ. ഈ COOൻ്റെ ഇവിടെ വെച്ച് നമ്മളാണ്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു OH, ഈ CO കഴിഞ്ഞിട്ടൊരു OH ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്ത് എന്ത് ചെയ്യുക, ഒരു H ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട ആസിഡ് ഏതാണ്? CH3CH2COOHും അതുപോലെ ആൽക്കഹോൾ എന്ന് പറയുന്നത് CH3OH ആണ്. അപ്പോൾ ഇതിന്നൊരു OHും ഇതിന്ന് Hും പോയിട്ട് H2O പോകുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ എസ്റ്റർ ആയിട്ടുള്ള CH3CH2COOCH3 കിട്ടുന്നത്. സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എത്തനോയിക് ആസിഡും അതുപോലെ മെത്തനോളും ആണ്. അത് രണ്ടും കൂടി ചേർന്നാലാണ് നമ്മുടെ ഒന്നാമത്തെ എസ്റ്റർ കിട്ടുക. ഇനി രണ്ടാമത്തെ എസ്റ്റർ എന്ന് പറയുന്നത് CH3COOCH2CH2CH3 ആണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളാണ് കട്ട് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, ഒരു OH ആഡ് ചെയ്ത് കൊടുക്കുക, ഇവിടെ H ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, CH3COOHും അതുപോലെ CH3CH2CH2OHും. ഏതൊക്കെയാണ്? എത്തനോയിക് ആസിഡും ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ എത്തനോയിക് ആസിഡ് എന്നാണ് പറഞ്ഞത്. ഇതെന്താണ്, 1, 2, 3 കാർബൺ ഉണ്ട്. അപ്പം പ്രൊപ്പനോയിക് ആസിഡും മെത്തനോളും ആണ് ഇവിടെ ആവശ്യമായി വന്നത്. ഇതിൽ ഏതാണ് മെത്തനോയിക്? ഇവിടെ 1, 2 കാർബൺ ഉണ്ട്. അപ്പോൾ എത്തനോയിക് ആസിഡും അതുപോലെ 1, 2, 3 കാർബൺ. അപ്പോൾ പ്രൊപ്പനോൾ അല്ലേ.
എത്തനോയിക് ആസിഡും പ്രൊപ്പനോളും ആണ് ഇവിടെ ആവശ്യമായി വന്നത്. ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ ഒരു ജല തന്മാത്ര പുറത്തു പോകുന്നു. എന്നിട്ട് നമ്മുടെ CH3 COO CH2 CH2 CH3 എന്ന എസ്റ്റർ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു എസ്റ്റർ ഉണ്ടാവണമെങ്കിൽ ഒരു ആൽക്കഹോളും വേണം, ആസിഡും വേണം. അപ്പോൾ ഒരു എസ്റ്റർ നമുക്ക് തന്നിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ട ആസിഡും ആൽക്കഹോളും ഏതാണെന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ്റ്ററിൻ്റെ COO ഗ്രൂപ്പിൻ്റെ COൻ്റെ ഓൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. എന്നിട്ട് COൻ്റെ ഭാഗത്ത് ഒരു OH നമ്മൾ ചേർത്ത് കൊടുക്കുക, ഈ ഓൻ്റെ ഭാഗത്ത് ഒരു Hഉം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആസിഡും കിട്ടും ആൽക്കഹോളും കിട്ടും. വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട സംയുക്തങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് സോപ്പുകളെക്കുറിച്ചും ഡിറ്റർജൻറ്റുകളെക്കുറിച്ചും പഠിക്കാനുണ്ട്. സോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ വായിക്കാവുന്നതേ ഉള്ളൂ, ഇത് വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. സോപ്പ് എന്ന് പറയുന്നത് പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ് മുതലായ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോൾ എന്ന ആൽക്കഹോളും ചേരുമ്പോൾ ഉണ്ടാകുന്ന എസ്റ്ററുകളാണ് എണ്ണകളും കൊഴുപ്പുകളും. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ, എസ്റ്ററുകൾ എന്ന് പറയുന്നത് ആസിഡുകളും അതുപോലെ ആൽക്കഹോളുകളും ചേർന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ് മുതലായ ഫാറ്റി ആസിഡും ഗ്ലിസറോൾ എന്ന ആൽക്കഹോളും ചേരുമ്പോൾ ഉണ്ടാകുന്ന എസ്റ്ററുകളാണ് എണ്ണകളും കൊഴുപ്പുകളും. ഈ എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലവണമാണ് സോപ്പ്. ഇങ്ങനെ ഉണ്ടാകുന്ന എസ്റ്റർ, ആ എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലിയുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സോപ്പ് കിട്ടുക. സാധാരണയായി ഇതിനുപയോഗിക്കുന്ന ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഉപോൽപ്പന്നമായി ലഭിക്കുന്ന ഗ്ലിസറോൾ ഔഷധങ്ങൾ, സൗന്ദര്യ വസ്തുക്കൾ തുടങ്ങി ഒട്ടേറെ പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. സോപ്പ് നിർമ്മിക്കുമ്പം ഒരു ഉപോൽപ്പന്നമായിട്ട് ലഭിക്കുന്ന ഗ്ലിസറിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഔഷധ നിർമ്മാണത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ നിർമ്മിക്കാനും ഉപയോഗിക്കാറുണ്ട്. ഇനി സോപ്പ് നിർമ്മിക്കുന്ന ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുക എന്നുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സോപ്പൊക്കെ നിർമ്മിച്ച് നോക്കിയിട്ടുണ്ടാവും ചിലരെങ്കിലും. ഇപ്പോൾ ഒരു ബീക്കറിൽ 40 ml ജലമെടുത്ത് അതിൽ 18 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ്, നമ്മുടെ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. ലായനിയെ തണുക്കാൻ അനുവദിക്കുക. കാരണം ഈ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് ലയിപ്പിച്ച് കഴിഞ്ഞാൽ ആ ലായനി ചൂടാവും, നല്ല ചൂട് വരും. അതൊരു താപമോചക പ്രവർത്തനമാണ്. എന്നിട്ട് അത് ചൂടാറാൻ അനുവദിക്കുക. അതിനുശേഷം 100 ഗ്രാം വെളിച്ചെണ്ണ ഈ ലായനിയിലേക്ക് അല്പാൽപമായി ചേർത്ത് ഇളക്കുക. ഉണ്ടാകുന്ന സോപ്പിനെ അച്ചുകളിലൊഴിച്ച് കട്ടിയാകാൻ അനുവദിക്കുക. സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കൾക്ക് പുറമെ വർണ്ണവസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർക്കുമ്പോൾ വ്യത്യസ്ത നിറത്തിലും ഗന്ധത്തിലുമുള്ള സോപ്പ് ലഭിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ ശാസ്ത്രമേളകളിലൊക്കെ പോകുമ്പോൾ, പ്രവൃത്തി പരിചയമേളകളിലൊക്കെ സോപ്പ് നിർമ്മാണമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ സോപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി എങ്ങനെയാണ് സോപ്പ് അഴുക്ക് നീക്കം ചെയ്യുന്നത്? നമ്മൾ തുണി കഴുകാനൊക്കെ സോപ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലായാലും അഴുക്കിനെ എങ്ങനെയാണ് സോപ്പ് കളയുന്നത്? നമ്മുടെ ഈ സോപ്പിന് എണ്ണകളിൽ ലയിക്കുന്ന ഒരു നോൺ പോളാർ അഗ്രവും ജലത്തിൽ ലയിക്കുന്ന ഒരു പോളാർ അഗ്രവും ഉണ്ട്. നമ്മുടെ സോപ്പിന് 2 അഗ്രങ്ങളുണ്ട്, നോൺ പോളാർ അഗ്രവും പോളാർ അഗ്രവും. ഇതിൽ നോൺ പോളാർ അഗ്രം എണ്ണകളിൽ ലയിക്കുന്ന ഒരു നോൺ പോളാർ അഗ്രവും അതുപോലെ ജലത്തിൽ ലയിക്കുന്ന പോളാർ അഗ്രവും ഉണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പോളാർ സംയുക്തങ്ങൾ എപ്പോഴും പോളാറിലേ ലയിക്കുള്ളൂ. അപ്പോൾ ഈ പോളാർ അഗ്രം, ജലം എന്ന് പറയുന്നത് ഒരു പോളാർ സംയുക്തമാണ്. അപ്പോൾ പോളാർ അഗ്രം ജലത്തിൽ ലയിക്കും. അതുപോലെ എണ്ണ എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ സംയുക്തമാണ്. അപ്പോൾ അത് നോൺ പോളാർ അഗ്രം നോൺ പോളാറിലാണ് ലയിക്കുക. ഇങ്ങനെ 2 അഗ്രങ്ങളുണ്ട്. അപ്പോൾ സോപ്പിലെ ഹൈഡ്രോ കാർബൺ ഭാഗം എണ്ണയിൽ ലയിക്കുകയും അയോണിക ഭാഗം, അതായത് പോളാർ ഭാഗം ജലത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സോപ്പിലെ ഹൈഡ്രോ കാർബൺ ഭാഗം എണ്ണയിൽ ലയിക്കും, അതുപോലെ പോളാർ ഭാഗം ജലത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അതിനാൽ സോപ്പിൻ്റെ സാന്നിധ്യത്തിൽ അഴുക്കിനെ എളുപ്പം നീക്കം ചെയ്യാൻ കഴിയുന്നു. കൂടാതെ ജലത്തിൽ സോപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ പ്രതലബലം കുറയുകയും തുണി നന്നായി നനയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പം ജലത്തിനും അഴുക്കിനുമിടയിൽ സോപ്പ് ഒരു കണ്ണിയായി പ്രവർത്തിച്ച് അഴുക്കിനെ നീക്കം ചെയ്യുന്നു. അപ്പം നമ്മുടെ സോപ്പിന് 2 പാർട്ടുകൾ
ഉണ്ട്, ഒരു നോൺ പോളാർ അഗ്രമുണ്ട്, എണ്ണയിൽ ലയിക്കുന്ന നോൺ പോളാർ അഗ്രവും അതുപോലെ ജലത്തിൽ ലയിക്കുന്ന പോളാർ അഗ്രവും ഉണ്ട്. സോപ്പിലെ ഹൈഡ്രോ കാർബൺ ഭാഗം എണ്ണയിൽ ലയിക്കുകയും പോളാർ ഭാഗം ജലത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അതിനാൽ സോപ്പിൻ്റെ സാന്നിധ്യത്തിൽ അഴുക്കിനെ വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ജലത്തിൽ സോപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ പ്രതലബലം, ജലത്തിൻ്റെ ആ ഒരു പ്രതലബലം കുറയുകയും തുണി നന്നായിട്ട് നനയുകയും ചെയ്യും. അപ്പം സോപ്പ് ചെയ്യുന്നത് എന്താണ്? ജലത്തിനും അഴുക്കിനും ഇടയിൽ സോപ്പ് ഒരു കണ്ണിയായി പ്രവർത്തിച്ച് അഴുക്കിനെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് സോപ്പിൻ്റെ പ്രവർത്തനം. ഇനി നമ്മുടെ സോപ്പ് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡിറ്റർജൻറ്റ്, അല്ലേ? സോപ്പുകളെ പോലെ തന്നെ ശുചീകാരികളാണ് ഡിറ്റർജൻറ്റുകൾ. ഇവയ്ക്കും സോപ്പിനെ പോലെ എണ്ണകളിൽ ലയിക്കുന്ന ഒരു നോൺ പോളാർ ഭാഗവും ജലത്തിൽ ലയിക്കുന്ന ഒരു പോളാർ ഭാഗവും ഉണ്ട്. കോള്, പെട്രോളിയം ഇവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് ഡിറ്റർജൻറ്റുകൾ നിർമ്മിക്കുന്നത്. മിക്ക ഡിറ്റർജൻറ്റുകളും സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ്. കോള്, പെട്രോളിയം അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് ഡിറ്റർജൻറ്റ് നിർമ്മിക്കുന്നത്. മിക്ക ഡിറ്റർജൻറ്റുകളും സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റിലൊരു പ്രവർത്തനം പറയുന്നുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 10 ml ഡിസ്റ്റിൽഡ് വാട്ടറും മറ്റൊന്നിൽ തുല്യ അളവ് കഠിന ജലവും എടുക്കുക. രണ്ടിലും ഏതാനും തുള്ളി സോപ്പ് ലായനി ചേർത്ത് നന്നായി കുലുക്കുക. 2 ടെസ്റ്റ് ട്യൂബുകളിലും ഒരേ അളവ് പതയുണ്ടാകുന്നുണ്ടോ? ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതൽ പതയുണ്ടാകുന്നത്? നിങ്ങളുടെ നിഗമനം എന്താണ്? അപ്പോൾ ഇവിടെ ഡിസ്റ്റിൽഡ് വാട്ടറിലും അതുപോലെ കഠിന ജലത്തിലും ഒരേപോലെ സോപ്പ് തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ, കുലുക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഡിസ്റ്റിൽഡ് വാട്ടറിൽ നന്നായിട്ട് പതയുണ്ടായത് കാണാം. കഠിന ജലത്തിൽ എന്തുണ്ടാവില്ല? പതയുണ്ടായത് കാണുന്നില്ല. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത ടെസ്റ്റ് ട്യൂബിൽ കൂടുതൽ പതയുണ്ടാകുന്നു, കഠിന ജലത്തിൽ സോപ്പ് നന്നായിട്ട് പതയുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു പരീക്ഷണം കൂടി പറയുന്നുണ്ട്. 2 ടെസ്റ്റ് ട്യൂബുകളിൽ 10 ml വീതം കഠിനജലം എടുക്കുക. രണ്ടിലും കഠിനജലം എടുക്കുക. എന്നിട്ട് ഒന്നിൽ ഏതാനും തുള്ളി സോപ്പ് ലായനിയും രണ്ടാമത്തതിൽ തുല്യ അളവ് ഡിറ്റർജൻറ്റ് ലായനി എടുക്കുക. ഒന്നിൽ സോപ്പ് ലായനി, ഒന്നിൽ ഡിറ്റർജൻറ്റ് ലായനിയും. 2 ടെസ്റ്റ് ട്യൂബുകളും നന്നായി കുലുക്കുക. എന്താണ് നിരീക്ഷണം? ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതൽ പതയുണ്ടാകുന്നത്? അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഡിറ്റർജൻറ്റ് ചേർത്ത ടെസ്റ്റ് ട്യൂബിലായിരിക്കും കൂടുതൽ പതയുണ്ടാകുന്നത്. ഇതിന് കാരണം എന്താണ്? ഈ 2 കേസിലും, ഈ 2 പരീക്ഷണങ്ങളിലും ഇപ്പം ഒന്നാമത്തേൽ കഠിന ജലത്തിൽ സോപ്പ് പതയുന്നില്ല, അല്ലേ? എന്നാൽ നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? സോപ്പ് പതയുന്നുണ്ട്. അതേപോലെ കഠിന ജലത്തിൽ ഡിറ്റർജൻറ്റും സോപ്പും ചേർത്ത് നോക്കിയപ്പോൾ ഡിറ്റർജൻറ്റ് ചേർത്തതിൽ നന്നായിട്ട് പതയുന്നുണ്ട്, കഠിന ജലത്തിൽ സോപ്പ് ചേർത്തപ്പം പതയുണ്ടാവുന്നില്ല. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കഠിന ജലത്തിൽ സോപ്പ് നന്നായി പതയുന്നില്ല. അതിന് കാരണം ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം, കഠിനജലം എന്ന് പറഞ്ഞാൽ അവിടെ ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം അതിലടങ്ങിയിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം ലവണങ്ങളാണ്. കഠിനജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം, മഗ്നീഷ്യം ലവണങ്ങൾ അടങ്ങിയ ജലമാണ്. കഠിനജലത്തിൽ സാധാരണയായിട്ട് സോപ്പ് പതയാറില്ല. ഈ ലവണങ്ങൾ അതായത് നമ്മുടെ ഈ ഒരു ജലത്തിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം ലവണങ്ങൾ സോപ്പുമായിട്ട് പ്രവർത്തിച്ച് അലേയ സംയുക്തങ്ങൾ ഉണ്ടാവും. ലയിക്കാത്ത സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നതാണ് പത കുറയാൻ കാരണം. എന്നാൽ ഡിറ്റർജൻറ്റുകൾ ഈ ലവണങ്ങളുമായി പ്രവർത്തിച്ച് അലേയ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതിനാൽ കഠിനജലത്തിൽ ഡിറ്റർജൻറ്റുകൾ സോപ്പിനേക്കാൾ ഫലപ്രദമാണ്. ഇതുപോലെ ഡിറ്റർജൻറ്റുകൾ അസിഡിക് ലായനികളിലും ഉപയോഗിക്കാൻ കഴിയുന്നു. അതായത് നമ്മളെ ചില നാടുകളിൽ, ചില സ്ഥലങ്ങളിലെ ജലം കഠിനജലമായിരിക്കും. അപ്പോൾ അവിടെ സോപ്പ് ഉപയോഗിച്ച് നമുക്ക് അലക്കാനൊന്നും കഴിയില്ല, കാരണം സോപ്പ് പതയില്ല ജലത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യണം. കാരണം ഇങ്ങനെ വരാനുള്ള കാരണം കഠിനജലത്തിൽ മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ലവണങ്ങളാണുള്ളത്. അപ്പോൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ സോപ്പുമായിട്ട് ഇത് കൂടി ചേർന്നിട്ട് അലേയ സംയുക്തങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് സോപ്പ് പതയില്ല. പക്ഷേ ഡിറ്റർജൻ്റ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡിറ്റർജൻറ്റ് എന്ത് ചെയ്യും? ഇതുമായിട്ട് ചേർന്നിട്ട് അലേയ സംയുക്തങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നല്ല പതയുണ്ടാകും. അപ്പോൾ ഡിറ്റർജൻ്റ് ആണ് ഇങ്ങനത്തെ കേസിൽ കൂടുതൽ നല്ലത് ഉപയോഗിക്കാൻ. എന്നാൽ നമ്മുടെ ഈ ഡിറ്റർജൻറ്റിന് കുറേ ദോഷഫലങ്ങളുണ്ട്. അതിലൊന്നാമത്തത്, ഡിറ്റർജൻറ്റ് കണങ്ങളെ ജലത്തിലെ സൂക്ഷ്മജീവികൾക്ക് എളുപ്പത്തിൽ വിഘടിപ്പിക്കാൻ കഴിയില്ല. ഡിറ്റർജൻറ്റിൻ്റെ കണങ്ങളെ ജലത്തിലെ സൂക്ഷ്മജീവികൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വിഘടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജലത്തിലെത്തുന്ന ഡിറ്റർജൻറ്റുകൾ ജലജീവികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു.
അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോസ്ഫേറ്റ് അടങ്ങിയ ഡിറ്റർജൻറ്റുകൾ ആൽഗകളുടെ വളർച്ച ത്വരിതപ്പെടുത്തും. ഫോസ്ഫേറ്റ് അടങ്ങിയ ഡിറ്റർജൻറ്റ് നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ജലത്തിലെ ആൽഗകളുടെ വളർച്ച കൂട്ടും. അപ്പം ആൽഗകളുടെ വളർച്ച കൂടിക്കഴിഞ്ഞാൽ, ആൽഗകൾ പായൽ പോലത്തെ സാധനങ്ങൾ, അപ്പോൾ ആൽഗകൾ ജലത്തിലെ ഓക്സിജൻ എന്ത് ചെയ്യും? അവർക്കപ്പോൾ കൂടുതൽ ഓക്സിജൻ ആവശ്യമായിട്ട് വരും. അവർ ഇല പോലുള്ള സാധനങ്ങളല്ലേ, അപ്പം അവർ കൂടുതൽ ഓക്സിജൻ അതിൽ നിന്ന് എടുക്കും, ജലത്തിൽ നിന്ന്. അപ്പം നമ്മുടെ ജലത്തിലുള്ള ഓക്സിജൻ പരിമിതപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഓക്സിജൻ കിട്ടാതെ വരും. കാരണം മുഴുവൻ ഓക്സിജൻ ആരെടുക്കും? ആൽഗകൾ എടുക്കും. അപ്പം ജീവികൾക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും അവയുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ദോഷഫലങ്ങളുണ്ട് ഡിറ്റർജൻറ്റിന്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഇത് നിങ്ങൾ തന്നെ വായിച്ച് എഴുതി പഠിച്ചാൽ മാത്രമേ ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുള്ളൂ. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, ഒന്ന് വായിച്ച് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.